ഹലോ ഗായ്സ്, നമ്മളെന്നുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരിതയുടെ നാട്ടിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലുള്ള പരുത്തിപ്ര എന്ന സ്ഥലത്തെ മഹാദേവമംഗലം അല്ലെങ്കിൽ കൊളോക്കിലി മാതേങ്കലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇവർ ഈ ഭാഗത്ത് പറയുന്നത് തോണിക്കടവെന്നാണ്. ഹരിത എൻ്റെ ഡിഗ്രി തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ 2017 തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് ഇവൾ എൻ്റെ നാട്ടിൽ പുഴയുണ്ട്, അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പുഴയിൽ പോയി കുത്തിരിക്കുകയാണ്, അല്ല അവളെ വീട്ടിൽ ആടുണ്ട്, പാലിനെ തീറ്റിക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ സ്ഥലമൊക്കെ ശരിക്കും കാണുന്നത്. ഇപ്പം ഞങ്ങൾ തോണിക്കടവെന്ന് പാറക്കടവിലേക്ക് പോവുകയാണ്. നടന്നോ? അപ്പുറത്തോട്ട് കളിക്കാനുള്ള വഴിയുണ്ട്. വളരെ സൂക്ഷിച്ചും കണ്ടും വരണം. അതുകൊണ്ട് ഇന്ന് വന്നേ. പുഴ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ കാണുമ്പോൾ ചാടാനും നീന്താനും ഒക്കെ തോന്നും. പക്ഷെ ചാടിക്കഴിഞ്ഞു വല്ല അമീബ വന്നാൽ എൻ്റെ അച്ഛൻ തല്ലിക്കൊല്ലുന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ചു നിർത്തിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു മഹാദേവ ക്ഷേത്രം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മഹാദേവമംഗലം എന്നൊക്കെ പറയണമെന്നൊക്കെയാണ് ഇവൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഈ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നൊക്കെ പറയണ മാതിരി ഈ പറഞ്ഞ അമ്പലത്തിന് അക്കരെ ഒരു അമ്പലമുണ്ട്. ആ അക്കരെയുള്ള അമ്പലം വെറും അക്കരയല്ല. ദാ ഈ കാണുന്ന പുഴയുണ്ടല്ലോ, ഇത് ഭാരതപ്പുഴ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഭാരതപ്പുഴേൻ്റെ നമ്മൾ നിൽക്കുന്ന ഭാഗം പാലക്കാട് ജില്ലയും ആ ഓപ്പോസിറ്റ് അക്കരെ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഈ അക്കരെ എന്ന് പറയുന്നത് പള്ളം ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ്, അത് തൃശ്ശൂരാണ്. ദാ കാണുന്നൊരു ലൈറ്റിംഗ് ഇല്ലേ, ആ ലൈറ്റിംഗ് ആണ് ഈ പറഞ്ഞ ഇക്കരെ അല്ല അക്കരെയുള്ള മഹാദേവ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഇക്കരെ അക്കരെ നമ്മൾ തൃശ്ശൂരും പാലക്കാടും നിന്നിട്ടാണ് ഈ ഡയലോഗ് പിടിക്കുന്നത്. അതാ കാണുന്നത് ഈ നാട്ടുകാരിൽ പലരും വളർത്തുന്ന പോത്തുകളാണ്. ആ പോത്തുകളെ എൻ്റെ ക്യാമറയിൽ പകർത്തുന്ന മറ്റൊരു പോത്താണ് ഉദ്ദേശിച്ചത്. ഇനി അവർക്ക് വിഷമം വേണ്ട വെച്ചിട്ട് ഞാൻ അവരെ കൂടെ ഒരു സെൽഫി എടുത്തു. അങ്ങനെ നാടുതൊണ്ടൽ കഴിഞ്ഞു, സൺസെറ്റ് ഇല്ല, ഒക്കെ കാർമിക മുടി വെച്ച് തിരിച്ചു പോകുമ്പോൾ നിനക്ക് ഭാഗ്യമുണ്ട്. താങ്ക് യു. ഒരിടത്ത് ചാരം, ഒരിടത്ത് പോക. എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ശരിക്കും നാടുതണ്ടൽ കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബൈ ബൈ ഫ്രം അഭയ ആൻഡ് ഹരിത.